ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവൊന്നും കുഴക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അറബിക് സ്വീറ്റായ ബക്ലാവയുടെ റെസിപ്പിയാണ്. ബക്ലാവ ശരിക്കും നമ്മൾ മാവൊക്കെ കുഴച്ച് നല്ല നൈസായിട്ട് പരത്തിയിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ, ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു ബക്ലാവ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു 3-4 തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം, പഞ്ചസാര ക്രിസ്റ്റലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ മതി കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കേണ്ട. പഞ്ചസാര പാനി നമുക്ക് വളരെ കട്ടിയായിട്ട് ഒറ്റ നൂൽപ്പരുവൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഒട്ടി വരുന്ന ആ ഒരു പാകത്തിലായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് റെഡിയായി, അത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നമ്മൾ മെൽറ്റാക്കി എടുക്കണം കേട്ടോ. മെൽറ്റാക്കി എടുത്തിട്ടുള്ള ബട്ടർ ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബക്ലാവ റെഡിയാക്കി എടുക്കാൻ എടുത്തിട്ടുള്ളത് സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റിൽ നമുക്കിതാ ഇതുപോലെ മുകൾ ഭാഗത്തായിട്ട് ബട്ടർ മെൽറ്റാക്കിയത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബട്ടർ നന്നായിട്ട് തന്നെ വേണം കേട്ടോ ബക്ലാവയിൽ, അപ്പോഴേ ഉള്ളൂ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ബട്ടർ മെൽറ്റാക്കിയത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ബക്ലാവയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പിസ്താഷ്യോ പൊടിച്ചത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിസ്താഷ്യോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല, ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു ചെറുതായിട്ടൊന്ന് നമുക്ക് കടിക്കുമ്പോൾ ആ ഒരു പിസ്താഷ്യോയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ ഞാനൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ആ ഒരു ബട്ടർ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചുളിവൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ഷേപ്പിലാണ് ബക്ലാവ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പല ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ഈ ഒരു ട്രേയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബട്ടർ ഒന്നും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ മുകളിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ മുകൾ ഭാഗം കളർ നമ്മൾ അടിഭാഗം ആവും കേട്ടോ. നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കളറായിട്ട് കിട്ടുക. ഓവനിലാവുമ്പോൾ എല്ലാ ഭാഗവും ആ ഒരു ബ്രൗൺ കളറിൽ തന്നെ കിട്ടും. ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ലോ റാക്കിൽ വെച്ചിട്ടാണ് 20 മിനിറ്റ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആയി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഇത് കളർ ചേഞ്ച് ഒന്നും ആയി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഹൈ റാക്കിൽ വെച്ചിട്ട് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതാ അങ്ങനെ ഒരു 5 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ഹൈ റാക്കിൽ വെച്ച് കൊടുത്തപ്പോൾ അത് ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഇതുപോലെ ചെറിയൊരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം പിസ്താഷ്യോ പൊഴിച്ചതൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഒന്നിന് നമുക്കൊരു 2-3 പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബക്ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്